പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈശോയോട് ചേർന്നാൽ സഹനവും സന്തോഷമായി മാറും. നമ്മൾ ഈശോയോടൊരു സ്നേഹബന്ധത്തിലും പ്രണയത്തിലും ജീവിതയാത്ര തുടർന്നാൽ സഹനവും ഇമ്പമുള്ള സംഗീതമായി രൂപാന്തരപ്പെടും. ഈശോയോട് ചേരണമെന്നുള്ളതാണ് ക്രിസ്മസ് തരുന്ന മറ്റൊരു സന്ദേശം. അതാ, സഹനവും സന്തോഷമായി മാറും. വചനമുണ്ടല്ലോ, ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം, അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഓർക്കണം, ദൈവമാണ്, ഈ ലോകത്തിന് രക്ഷകനാണ്. ആ കുഞ്ഞിനെയും ഉദരത്തിൽ പേറി മാതാവ് ഒത്തിരി യാത്ര ചെയ്യുകയാണ് ഔസപിതാവിൻ്റെ കൂടെ. പല ഭവനങ്ങളുടെ വാതിലിലും മുട്ടുന്നു, ആരും തുറക്കുന്നില്ല. ദൈവത്തിന് പിറക്കാൻ മണ്ണിൽ ഇടമില്ലാത്ത രീതിയിൽ ക്ലേശത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. പക്ഷെ അവസാനം അവർക്ക് എവിടെ ഇടം കിട്ടി? കാലിത്തൊഴുത്തില് വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ അവൻ കിടത്തപ്പെട്ടു. കണ്ടോ, അതൊരു സഹനാനുഭവമായിരുന്നു. ആ സഹനവും ആനന്ദത്തിൻ്റെ സംഗീതമായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. എങ്ങനെ? ഈശോയെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടത്തി കഴിഞ്ഞപ്പോൾ മാലാഖമാര് അവിടെ കടന്നു വരുന്നുണ്ട്. മാലാഖമാര് ഗ്ലോറിയ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. ആട്ടിടയന്മാര് കടന്നു വരുന്നുണ്ട്. പൂജരാജാക്കന്മാര് കടന്നു വരുന്നുണ്ട്. ലോകത്തിന് രക്ഷകനായി ഈശോയെ പരിശുദ്ധ അമ്മയും മാതാവും കൂടി ഉയർത്തി കാണിക്കുന്നുണ്ട്. സഹനം സന്തോഷമായി രൂപാന്തരപ്പെടുന്നു. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസപിതാവും സഹനത്തിന്റെ ഒരു ഘോഷയാത്ര ഈശോയുടെ ജനനത്തിന് മുമ്പേ കടന്നു പോകേണ്ടി വന്നില്ലേ? പക്ഷെ രക്ഷകനെ കയ്യിലെടുത്തപ്പോൾ സഹനവും സന്തോഷമായി മാറി, സഹനവും ആനന്ദമായി മാറി. സഹനമെല്ലാം മറന്ന് സ്വർഗത്തിന്റെ മനോഹര സംഗീതം ആസ്വദിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഈശോയോടൊപ്പം യാത്ര ചെയ്യണം, ഈ ലോകത്തിനൊപ്പമല്ല. ഈശോയോടൊപ്പം യാത്ര ചെയ്യുവാണെങ്കിൽ ഞാനും നീയും അനുഭവിക്കുന്ന സഹനങ്ങള് ഭാരമല്ലാതെ സന്തോഷമായി രൂപാന്തരപ്പെടും. ഈശോ കൂടെയുണ്ടെങ്കിൽ സാന്ത്വന സംഗീതം നമ്മുടെ കർണപടങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും നിറയും. സ്വർഗത്തിന്റെ സംഗീതം മാലാഖമാര് നമ്മളിൽ നിറയ്ക്കും. സഹനത്തെ ഈശോയോടൊപ്പം സഹിക്കാം, സഹനത്തെ ഈശോയ്ക്ക് കൊടുക്കാം. അപ്പോൾ അവൻ നമ്മുടെ ഭാരമെല്ലാം ഏറ്റെടുത്ത് സഹനത്തെ പ്രണയിക്കാൻ കൽപ്പുള്ളവരാക്കി നമ്മളെ മാറ്റും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: എനിക്ക് കരുത്തു പകരുന്ന ഈശോയെ, അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.